കല്യാണി നിക്ക്. എവിടെ പോകുന്നേ? എനിക്ക് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? അതെല്ലാം കഴിഞ്ഞു. ഇല്ല, കഴിഞ്ഞതിനെ കുറിച്ചല്ല, ഇനി വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇനി വരുന്ന എന്ത് കാര്യങ്ങള്? അനികുഞ്ഞ്, വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനം കിട്ടാത്തോണ്ടാ ഞാൻ ഈ അമ്പലത്തിൽ വന്നത്. കണ്ണടച്ച് കൈകൂപ്പി നിന്നിട്ടും പ്രാർത്ഥനയല്ല, കരച്ചിന് മാത്രമേ പുറത്തു വരുന്നുള്ളൂ. എന്തെങ്കിലും ചെയ്ത് മനസ്സൊന്ന് അടക്കാനാ ഞാൻ ഈ വിളക്കൊക്കെ. ശരി, നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് രക്ഷപ്പെടാം. പക്ഷെ ഞാനോ? സ്വസ്ഥതയും സമാധാനം കിട്ടാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? നീ അതും കൂടി ഒന്ന് പറഞ്ഞതാ. സോറി കുഞ്ഞെ, കല്യാണിക്ക് മനുഷ്യന് സമാധാനം കൊടുക്കുന്ന വിദ്യ പറഞ്ഞു തരാനുള്ള കഴിവൊന്നുമില്ല. എന്നെ വിട്ടേക്ക്. ദീപാരാധനയ്ക്ക് സമയമായി, ഞാൻ പോവാ. എന്നാലും എനിക്കിപ്പോ ഒരു സംശയം, ആനന്ദും ഇവനും എന്റെ വയറ്റിൽ തന്നെയാണോ പിറന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവൻ എന്തിനാ ഇങ്ങനെ മനുഷ്യനെ ജീവനോട് കൊല്ലുന്നത്? അവന് 22 വയസ്സായി. ഈ 22 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസമെങ്കിലും ഞാൻ അവനോട് ഇഷ്ടവും വാത്സല്യവും കാണിക്കാതിരുന്നിട്ടുണ്ടോ? പരകൃഷ്ണേട്ട, പിന്നെ എന്തിനാ അവൻ എന്നോട് ഇങ്ങനെ? കൃഷ്ണേട്ടനറിയോ, ഈ കൈകൾ കൊണ്ടാ ഞാൻ എന്റെ മോനെ വാരിയെടുത്തത്. ഈ കൈകൾ കൊണ്ടാ ഞാൻ അവനെ താലോലിച്ചത്. ഈ കൈകൾ കൊണ്ടാ ഞാൻ അവനെ ഊട്ടി വളർത്തിയത്. പക്ഷെ ഇന്ന് ഈ കൈകൾ കൊണ്ട് തന്നെയാ റിവോൾവർ എടുത്ത് ഞാൻ എന്റെ മോനെ. അരവിന്ദേ, നിനക്ക് എന്താടാ പറ്റിയേ? ഛേ, കഷ്ടം. ഒരു ഡ്രൈവറുടെ മോളെ കെട്ടണോന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? ഛേ, അരവിന്ദേ, എടാ അവിടെ നിക്കടാ. നിന്നോടാ ചോദിക്കുന്നേ, നീ കേൾക്കുന്നില്ലേ? നിനക്കിപ്പോ എന്താ പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഐ എം ഓൾ റൈറ്റ്. പക്ഷെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതാ പോയത്. അറിഞ്ഞോ അറിയാതെ ഞാനും അതിനൊരു കാരണക്കാരനായി പോയി. ഇനിയെങ്കിലും എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതിനൊരു മാർഗമേ ഉള്ളൂ, ഞാൻ അവളെ കല്യാണം കഴിക്കുക, അത്ര തന്നെ. ഒരത്ര തന്നെയില്ല. ഇങ്ങോട്ട് നോക്ക്, നീ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. കല്യാണിക്ക് ഒരു കുഴപ്പവും വരാനും പോകുന്നില്ല. ദേ, അവളെ രക്ഷപ്പെടുത്തിയ മതിയാവുന്നാണെങ്കിൽ നിന്റെ അമ്മ ഒറ്റ ആള് വിചാരിച്ചാ മതി. കല്യാണി സ്വപ്നം പോലും കാണാത്ത രീതിയിൽ നമുക്ക് അവളുടെ കല്യാണം നടത്തിവിടാം. കേട്ടല്ലോ? ഒന്നല്ല 100 പയ്യന്മാര് വന്ന് ക്യൂ നിൽക്കും. അതിന് നീ ഇങ്ങനെ തല പൊകിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്ക്. അത്ര ഈസി ഒന്നല്ല കാര്യങ്ങള്. ഇളയമ്മയ്ക്ക് മനസ്സ് മനസ്സിലാവത്തോണ്ടാ. ഓ, ഇപ്പൊ അങ്ങനെയായോ? എടാ, നിന്റെ മനസ്സ് മനസ്സിലാക്കി കൂടെ നിന്നതുകൊണ്ടാ ഞാനിപ്പൊ പുലിവാലി പിടിച്ച പോലെ ആയത്. നന്ദനെ ഇഷ്ടമല്ല, എങ്ങനെയെങ്കിലും ഈ നിശ്ചയം മുടക്കി തരണോന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്റെ കൂടെ നിന്നില്ലേ? പക്ഷേ ഈ നിശ്ചയം എങ്ങാനും മുടക്കാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് നിന്റെ അമ്മയോ ആനന്ദോ അറിഞ്ഞാലേ അതോടെ തീർന്നു എല്ലാം. പിന്നെ എന്റെ സഞ്ചയനത്തിന് നിനക്ക് ഇഡലി സാമ്പാറും കഴിക്കാം. അതാ എന്റെ അവസ്ഥ. ഒന്നും ഓർമ്മപ്പെടുത്തി ബുദ്ധിമുട്ടണമെന്നില്ല. അവള് ചെയ്ത തെറ്റിനൊക്കെ അപ്പപ്പ തന്നെ ശിക്ഷ കൊടുത്തിട്ടുമുണ്ട് ഞാൻ. പിന്നെ നിശ്ചയം മുടക്കിയത് അവളല്ല, ഇവൻ. ഇവൻ ചെയ്ത തെറ്റിന് ജീവിതം വഴിമുട്ടിയ ഒരു പെണ്ണിന് ഒരു നല്ല ജീവിതം കൊടുക്കേണ്ടത് ഇവനെ 10 മാസം ചുമന്ന എന്റെ ഉത്തരവാദിത്വം. അത് ഞാൻ ചെയ്യും. അതിന് എനിക്ക് എന്റെ കൃഷ്ണേട്ടന്റെ അനുവാദം മാത്രം മതി. ദാസേട്ടാ, പലരും പലതും പറഞ്ഞെന്നിരിക്കും. ദാസേട്ടൻ അത് കാര്യമാക്കണ്ട. ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വാക്കാ. കല്യാണിയുടെ കല്യാണം ഞങ്ങൾ നടത്തും. മതി മാഡം, ഈ ഒരൊറ്റ വാക്ക് മാത്രം മതി. മനസ്സ് നിറഞ്ഞു. അമ്മേ,
ഇന്ന് എന്നെ കല്യാണിയുടെ ബയോഡേറ്റയും ഫോട്ടോയും എല്ലാ സ്റ്റാഫുകളുടെയും മെയിലിലേക്ക് അയച്ചിടാം. ഓക്കെ, എന്നാ ഇനി എല്ലാവർക്കും പോകാം. ഈ മീറ്റിംഗ് കഴിഞ്ഞു. എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ കല്യാണം അഖിലാണ്ടേശ്വരി നടത്തുന്നത് എനിക്കൊന്ന് കാണണം. കുടുംബത്തിലെ കല്യാണം ചെവിക്ക് ചെവി അറിയാതെ മുടക്കി. പിന്നെയാ വേലക്കാരിയുടെ കല്യാണം. കൺഗ്രാറ്റുലേഷൻസ്. മനസ്സിലായില്ല. ഇപ്പൊ എന്തിനാ ഒരു കൺഗ്രാറ്റുലേഷൻസ്? ആ അയ്യോ, അത് മനസ്സിലായില്ലേ? ഈ അഭിനന്ദനം മികച്ച അഭിനയത്തിനുള്ളതാ. ഹ്, എന്റെ അമ്മോ, അമ്മയും മോള് എന്തൊരു അഭിനയായിരുന്നു. ഹോ, ഭാവങ്ങളൊക്കെ മുഖത്തിങ്ങനെ മിന്നി മറയായിരുന്നില്ലേ? എന്തൊരു ഒറിജിനാലിറ്റി, അപാരം തന്നെ. ആ മുഖത്തെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും മഞ്ജു വാര്യരും ഒക്കെ ഒരുമിച്ച് കാണാൻ പറ്റി. മൊത്തത്തിൽ രണ്ടുപേരും കൂടി തകർത്തെന്ന് പറയാം. സൂപ്പർ. Shut up. എന്താ കളിയാക്കുവാണോ നിങ്ങള്? അയ്യോടാ, അകത്തൊരു ഗംഭീര സീനും കഴിഞ്ഞു കട്ടും പറഞ്ഞില്ലേ? ഇനിയും എന്തിനാ മോളെ അഭിനയം? ഇനി ആരെങ്കിലും കാണിക്കാനാണെങ്കിലേ അഖിലേച്ചി പുറത്തേക്കൊന്നും ഇറങ്ങി വരില്ല കേട്ടോ. വായടക്കടി. കുറെ നേരമായാലും നീ ആട്ടം തുടങ്ങിയിട്ട്. ക്ഷമിക്കുന്നതിനൊരു അതിരുണ്ട്, അത് നീ ഓർത്തോണം. അയ്യോയ്യോ, ഇങ്ങനെ ചൂടാവല്ലേ മഹേശ്വരി കൊച്ചമ്മേ. സത്യല്ലേ ഞാൻ പറഞ്ഞത്? അതിനെന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? സത്യോ? എന്ത് സത്യം? ഒന്ന് പോടി കൊച്ചേ. നിങ്ങളിപ്പോ ഇവിടെ വന്നതും ഇങ്ങനെയൊക്കെ സംസാരിച്ചതും തികച്ചും പ്ലാനിങ്ങാ. അതിന്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢലക്ഷ്യം എനിക്ക് മണക്കാൻ പറ്റുന്നുണ്ട്. വിലാസിനി, നീ അവസരം കിട്ടിയപ്പോ ശവത്തി കുത്തരുത്. നിശ്ചയം മുടങ്ങിയ വേദനയിൽ അത് ചോദിക്കാൻ വന്ന ഞങ്ങൾ വീണ്ടും അപമാനിക്കപ്പെട്ട് മടങ്ങി പോകുമ്പോ നീ എരുത്തിയിൽ എണ്ണ ഒഴിക്കാനാ നോക്കുന്നത്. അയ്യയ്യയ്യോ, ഞാൻ എന്തിനാ മഹേശ്വരി നിന്നെ വേദനിപ്പിക്കുന്നത്? നിശ്ചയം മുടങ്ങി, അത് ചോദിക്കാൻ വന്നതിൽ ഒരു തെറ്റുമില്ല. തീർച്ചയായും ചോദിക്കുക തന്നെ വേണം. പക്ഷേ അത് നിശ്ചയം മുടങ്ങിയതിന്റെ അന്നോ അല്ലെങ്കിൽ പിറ്റേന്നോ കുറച്ച് വിഷമമൊക്കെ ഒന്ന് അടങ്ങിയിട്ട് തൊട്ടടുത്ത ദിവസവും വന്ന് ചോദിക്കായിരുന്നു. പക്ഷേ ഇത് വളരെയധികം പ്ലാൻ ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞല്ലേ ഈ വരവ്. അതിലാ ഈ വിലാസിനിക്ക് സംശയം. സത്യം പറഞ്ഞ നിങ്ങളുടെ ഈ വരവൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ സംഭവം കഴിഞ്ഞപ്പോ സീൻ ചീറ്റിപ്പോയോന്നൊരു സംശയം. അതുകൊണ്ട് ചോദിക്കുക, ആരാ ഇതിന്റെ തിരക്കഥ എഴുതിയത്? നിങ്ങൾ രണ്ടുപേരും ചേർന്നാണോ അതോ മഹേശ്വരിയുടെ ഭർത്താവ് നാരായണനോ? തിരക്കഥ എഴുതി റിഹേഴ്സൽ എടുക്കാനായിരിക്കും 3 ദിവസം എടുത്തത് അല്ലേ? മനസ്സിലായി മനസ്സിലായി. വിലാസിനി, നിശ്ചയം മുടങ്ങി അതിന്റെ വേദനയില്ല ഞങ്ങള്. വെറുതെ നീ ഇങ്ങോട്ട് കേറി. ശോ, അറിയാം മഹേശ്വരി, എല്ലാം അറിയാം. പക്ഷേ എല്ലാത്തിനും ഒരു സമയവും കാലവും ഇല്ലേ? ഇവിടെ നിനക്കേ സമയം തെറ്റിപ്പോയിരിക്കുക. നിശ്ചയം മുടങ്ങിയ സമയത്ത് ആ മണ്ഡപത്തിൽ വെച്ച് ഇവിടെ വന്നിങ്ങനെ കാണിച്ച് ആടിയ ആട്ടം അവിടെ ആയിരുന്നെങ്കിൽ ഓക്കെ. നീ ഈ വീട്ടില് മോഷണം തുടങ്ങിയല്ലേ? വാടി. ഈ സാരി എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ ചേച്ചിക്ക്?